നമസ്കാരം, ശിവടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് ഹയർ സെക്കൻഡറി മലയാളം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ റിവിഷൻ നോക്കാം. 80 മാർക്ക് ചോദ്യമാണ്. 2.5 മണിക്കൂറാണ് എഴുതേണ്ടത്. കൃത്യമായി ആദ്യത്തെ കൂൾ ഓഫ് ടൈം ഉപയോഗിക്കുകയാണെങ്കിൽ +1 +2കാർക്ക് കൃത്യമായി ഉത്തരം എഴുതാനുള്ള സമയം ലഭിക്കും. ആ സമയത്ത് ഓപ്ഷൻസ് ഉള്ള ചോദ്യങ്ങൾ ഏതാണ് ഉത്തരം എഴുതേണ്ടതെന്ന് കണ്ടുപിടിക്കുക. പിന്നെ വേണ്ടത് 1 വേർഡ് ചോദ്യങ്ങളുടെ ഉത്തരം കൃത്യമായി കണ്ടെത്തി വെക്കുക. ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൃത്യമായി കൂൾ ഓഫ് ടൈം കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ 2.5 മണിക്കൂറിനുള്ളിൽ എക്സാം എഴുതി പൂർത്തിയാക്കാൻ കഴിയും. പിന്നെ 1 വേർഡ് ചോദ്യങ്ങൾ എഴുതിയതിനു ശേഷം 6 മാർക്ക് 8 മാർക്ക് ചോദ്യങ്ങൾ എഴുതുന്നതും തെറ്റുള്ള കാര്യമല്ല. കാരണം നിങ്ങൾക്ക് ആ ഒരു എഴുതി കഴിഞ്ഞാൽ കൂടുതൽ സമയം ഇതിനു വേണ്ടി, പക്ഷെ ഒരു ചോദ്യങ്ങളിലും കൂടുതൽ സമയം ഉപയോഗിക്കാതിരിക്കാൻ കൃത്യമായി ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇതിലെ ഒന്നാമത്തെ ചോദ്യം 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക എന്നുള്ളതാണ്. പുരുഷരത്നമീ ബാഹുകനോ, ആരുടെ വാക്കുകൾ? ആരുടെ വാക്കുകളാണ്? കേശിനി ഈ ബാഹുകന്റെ കഴിവുകൾ കണ്ടിട്ട് പിന്നെ അയാൾ പറയാതെ തന്നെ അടുപ്പ് കത്തുന്നു, അങ്ങനെ അയാൾ തൊടുമ്പോൾ വാടിയ പൂക്കൾ വീണ്ടും നറുമലരായി മാറുന്നു. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് പുരുഷരത്നമാണ്, നളൻ എന്ന പുരുഷരത്നമാണ് ഈ ബാഹുകൻ എന്ന് പറയുന്നത് ദമയന്തിയുടെ തോഴിയായ കേശിനിയാണ്. അടുത്ത ചോദ്യം, നല്ലനായി ഇരിപ്പവൻ നല്ലത് ഗ്രഹിച്ചിടും ഏതുപോലെ? മത്തേഫം പാംസ് സ്നാനം ചെയ്യുന്ന പോലെയാണോ? ആന ചെളിയെടുത്ത് പൊടിയെടുത്ത് വാരിയിടുന്നതാണോ? അല്ല പോലെയാണോ? അല്ല. വെള്ളത്തെ വെടിഞ്ഞ് പാല് അന്നം എന്നതുപോലെ, അതായത് വെള്ളവും പാലും കൂടെ ചേർത്ത് വെച്ചു കൊടുത്താലും അരയന്നം പാല് മാത്രം വലിച്ചു കുടിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ നല്ലവനായിരിക്കുന്നവൻ നല്ലതും ചീത്തയും ഒക്കെ കേട്ടാൽ അവൻ അതിലൊന്നും നല്ലത് മാത്രമേ എടുക്കൂ എന്ന് ശകുന്തള ദുഷ്യന്തനെ കളിയാക്കുന്ന ഭാഗമാണിത്. കുറവല്ലാതെ നമുക്കൊരു വസ്തു ആവാനില്ല ജനിച്ചേ പിന്നെ. ഇതിന് കാരണമായി ശീലാവതി കണ്ടെത്തിയത് എന്താണ്? പിറവിയിലെ ഉള്ള ജാതക ദോഷം. ശീലാവതി എന്ത് ചെയ്താലും, കുളിച്ചാൽ അത് കുറ്റം, കുളിച്ചില്ലെങ്കിൽ അത് കുറ്റം, ആഹാരം കൊടുത്താൽ അത് കുറ്റം. അപ്പൊ അവള് പറയുന്നു എനിക്ക് എന്നും കുറ്റമേ ഉള്ളൂ. അതിന് കാരണമായിട്ട് അവള് കണ്ടെത്തുന്നത് ഞാൻ ജനിച്ചപ്പോഴേ ഉള്ള ദോഷമാണ്. ദിവാകരൻ അച്ഛന്റെ അമ്മയുടെയും ചിത്രങ്ങൾ അന്വേഷിച്ച് ചെന്ന തെരുവിനെ കുറിച്ച് എന്തെങ്കിലും ഒരു പ്രത്യേകത. അപ്പൊ നമ്മുടെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് തീർന്നു, 3 എണ്ണമാണ്. 4ാമത്തെ ചോദ്യം, ദിവാകരൻ അച്ഛന്റെ അമ്മയുടെയും ചിത്രങ്ങൾ അന്വേഷിച്ച് ചെന്ന തെരുവിന്റെ പ്രത്യേകത എഴുതുക. ആ തെരുവ് ഒരിക്കലും ലൈറ്റുകൾ അണയാത്ത, പ്രകാശം ഇല്ലാതാകാത്ത ഒരു തെരുവാണ്. ആരും ആ കടകളൊന്നും അടയ്ക്കാറില്ല. ആ കടകളിൽ നിന്നുള്ള കണ്ണിജ്ജിപ്പിക്കുന്ന പ്രകാശം കൊണ്ട് എന്താണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് പോലും ഒരു സംശയം ജനിപ്പിക്കുന്ന തെരുവിലാണ് അയാൾ എത്തിയത്. സംഗീതത്തോട് എന്നോട് ആന്റണിക്കുണ്ടായിരുന്ന സ്നേഹത്തിന് മുന്നിൽ കുമ്പിടുന്നു. CP ആന്റണി കലാമണ്ഡലം ഹൈദരലിക്ക് വേണ്ടി ചെയ്തത് എന്താണ്? ആണ് CP ആന്റണി എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം എനിക്ക് ജാമ്യം നിന്നു, അതായത്